السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: اللهم إنك إن تهلك هذه العصابة من أهل الإسلام فلا تعبد في الأرض أبدا، أو كما قال عليه الصلاة والسلام. ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക സംരക്ഷകനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളായ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ സകല അപരാധങ്ങളും പരിപൂർണമായി വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ നാളിതുവരെയുള്ള രാപ്പകലുകളിൽ നാം നിർവഹിച്ച എല്ലാ അമലുകളെയും അല്ലാഹു സ്വീകരിക്കുകയും നാളെ അവകളുടെ സമ്പൂർണമായ പ്രതിഫലം നൽകി അല്ലാഹു സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ ശേഷിക്കുന്ന ഓരോ സമയങ്ങളും സാധ്യമാകുവോളം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ കേരളത്തിൽ, അതേപോലെ കേരളീയരായ ആളുകൾ താമസിക്കുന്ന പല ഇടങ്ങളിലായി SSLCയും അതേപോലെ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷകൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി ജീവിതം ഭാസുരമാകുവാൻ സാധ്യമാകുന്ന നിലയിൽ നല്ല വിജയങ്ങൾ നേടുവാൻ അല്ലാഹു തുണയ്ക്കുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ വേർതിരിച്ച ദിവസമെന്ന് വിശേഷിപ്പിച്ച ലോകത്തെ ഇസ്ലാമിന്റെയും ആ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിമീങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ കാരണമായ പരിശുദ്ധമായ ബദറിനെയും ആ ബദറിനെയും മുസ്ലിം ലോകം അനുസ്മരിക്കുന്ന വിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങളിലാണ്, സമയങ്ങളിലൂടെയാണ് നാം എല്ലാവരും കഴിഞ്ഞു പോകുന്നത്. ഇതേപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം റമദാൻ 17-നാണ്. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്താബ്ദം 624 മാർച്ച് മാസം 13-ാം തീയതി ഹിജറ വർഷം, ഹിജറ 2-ാം വർഷം, റമദാൻ 17 ഒരു വെള്ളിയാഴ്ചയാണ്. പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ച യൗമുൽ ഫുർഖാൻ എന്ന് പരിചയപ്പെടുത്തിയ ബദറിന്റെ പോരാട്ടം ഈ ലോകത്ത് അരങ്ങേറിയത്. നമുക്കേവർക്കും ഇന്ന് സുപരിചിതമായതുപോലെ ദിവസങ്ങളായി പശ്ചിമേഷ്യയുടെ മണ്ണിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും അതിനോട് അനുബന്ധമായി കൊണ്ടിരിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ വർഷത്തെ പരിശുദ്ധമായ റമദാൻ 17 കടന്നു വന്നത്. പരിശുദ്ധമായ ബദറിന്റെ അനുസ്മരണം സമാഗതമായിട്ടുള്ളത്. ലോകത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രങ്ങൾ നോക്കിയാൽ ചെറുതും വലുതുമായ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പോരാട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഇന്നും അത് നിർബാധം പല നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. 1914 നടന്ന ഒന്നാം ലോക മഹായുദ്ധം, അതിനു മുമ്പ് പല രാജ്യങ്ങൾക്കിടയിൽ നടന്നുപോയ ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ, പിന്നീട് ഇറാഖ് യുദ്ധവും അഫ്ഗാൻ അധിനിവേശവും തുടങ്ങി ഏറ്റവും ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെമ്മാടി രാഷ്ട്രമായ അമേരിക്കയും അതിന്റെ ജാരസംഘടനയായ ഇസ്രായേലും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം യുദ്ധത്തിലേക്കാണ് ഏറ്റവും ഒടുവിലായി ആ യുദ്ധ പരമ്പരകളുടെ ചരിത്രം എത്തി നിൽക്കുന്നത്. പലപ്പോഴും ഈ യുദ്ധങ്ങളെ കുറിച്ച് നാം നോക്കുമ്പോൾ ഈ യുദ്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ ആവശ്യങ്ങളുടെ പേരിലാണ് നടത്തപ്പെടാറുള്ളത്. ഒന്നുകിൽ അധിനിവേശത്തിന് വേണ്ടിയാണ്, അതല്ല എങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ മണ്ണ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ആ രാജ്യത്തിന്റെ അധികാരികളെ താഴെ ഇറക്കിക്കൊണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന പാപ സർക്കാരുകളെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുമല്ല എങ്കിൽ ഇല്ലാത്ത ആയുധങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇറാഖിൽ അധിനിവേശം നടത്തി ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയതുപോലെ പെണ്ണിന് വേണ്ടി, മണ്ണിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടി ഒക്കെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലപിടിപ്പുള്ള ഭൗതികമായ പലതിനും വേണ്ടിയാണ് പലപ്പോഴും ലോക രാജ്യങ്ങൾക്കിടയിൽ അധിനിവേശങ്ങൾ നടക്കാറുള്ളത്, അല്ലെങ്കിൽ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് ഏകദേശം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന പട്ടണത്തിൽ നിന്ന് ഏകദേശം അതിന്റെ തെക്കുമാറി 110 കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ബദർ എന്ന പേരുള്ള ചെറിയ പ്രദേശത്ത് 1000-ഓളം വരുന്ന ആളുകൾ പരസ്പരം നടത്തിയ ഒരു പോരാട്ടം വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ചരിത്രം അനുസ്മരിക്കുകയാണ്. ആ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാൻ ഇന്നും ലോകത്തോട് ആ ചരിത്രം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ പല ലക്ഷ്യങ്ങളുടെയും പേരിലാണ് പല യുദ്ധങ്ങളും നടക്കുന്നത് എങ്കിൽ ഏറ്റവും ഒടുവിലായി ഇറാനിന്റെ മണ്ണിലേക്ക് അധിനിവേശം നടത്തി അവിടെയുള്ള എണ്ണ പിടിച്ചെടുക്കുവാനും അവിടെ തങ്ങളുടേതായ താല്പര്യങ്ങളെ സ്ഥാപിതമാക്കുന്ന ഒരു പാവ സർക്കാരിനെ അവരെ പ്രതിഷ്ഠിക്കുവാനും വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ബദർ നടന്നത് ഒരു അധിനിവേശത്തിന് വേണ്ടിയായിരുന്നില്ല. ബദർ നടന്നത് പെണ്ണിന് വേണ്ടിയായിരുന്നില്ല. ബദർ നടന്നത് മണ്ണിന് വേണ്ടിയായിരുന്നില്ല. ബദർ നടന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. മറിച്ച് പാവങ്ങളായ പ്രവാചകൻ ഉൾപ്പെടെയുള്ള 313 വരുന്ന സഹാബാക്കൾ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ അവരടരാടിയത് 13 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് മൃഗീയമായ ജീവിതം നയിച്ചിരുന്ന സമൂഹത്തിന് ഏറ്റവും നല്ല സ്ഥാനം നൽകിയ, മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനായി ലോകത്തെ ജീവിക്കുവാനുള്ള സന്ദേശങ്ങൾ പകർന്നു നൽകിയ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ ജീവിതത്തിന്റെ ചര്യയാക്കി മാറ്റിയപ്പോൾ, ആ ഇസ്ലാമിനെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ, ആ ഇസ്ലാമിനെ പുൽകാൻ തയ്യാറായപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ബദ്ധവീരികളായ ഇന്നത്തെ ഫാസിസത്തിന്റെ മുൻഗാമികളായ അന്നത്തെ മക്കാ കുഫാറുകൾ അവർ പ്രവാചകനെ, മഹാന്മാരായ സഹാബാക്കളെ ഈ ലോകത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം നടത്തുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്ഹാബികളും സഹാബാക്കളും അവർ വിശ്വസിച്ച ആദർശത്തെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി തങ്ങൾ വിശ്വസിച്ചതായ ഈമാനിനെ മരണം വരെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി മരിക്കുമ്പോഴും ആ ഈമാനിലായി വിശ്വാസത്തിലായി മരിക്കണമെന്നുള്ള ആദർശ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു പ്രേമുള്ളവരെ പ്രവാചകനും സഹാബാക്കളും ബദറിന്റെ രണഭൂമിയിൽ പോരാടിയത് എന്നാണ് ആ ബദറിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം നാം നോക്കുകയാണ് എങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും
ഏകദേശം 13 വർഷക്കാലത്തോളമാണ് മക്കയിൽ കഴിഞ്ഞത്. അന്ന് പ്രവാചകനും സഹാബാക്കളും ഉപരോധിക്കപ്പെട്ടു. കുടിക്കാൻ കൊടുത്തില്ല, കഴിക്കാൻ കൊടുത്തില്ല. എന്തിനേറെ മുസ്ലിമീങ്ങളുമായി വൈവാഹിക ബന്ധം പോലും പാടില്ല എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മണ്ണിൽ മുസ്ലിം കച്ചവടക്കാരെ ബഹിഷ്കരിക്കണമെന്ന്, അവരുമായി സംസാരിക്കുന്നവരെ ഊരവിലക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഉള്ള ബഹിഷ്കരണങ്ങൾക്ക് പ്രവാചകനും സഹാബാക്കളും നേരിടേണ്ടി വന്നപ്പോൾ, അതികഠിനമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും സഹാബാക്കൾ വിധേയരായപ്പോൾ, പല നിലയിലുള്ള അക്രമങ്ങൾക്കും അവർ ഇരയാക്കപ്പെട്ടപ്പോൾ സഹിക്കവയ്യാതെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് പലായനം ചെയ്യുന്നു, ഒരു സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടി. പക്ഷേ പ്രിയമുള്ളവരെ, അവിടെയും ആ മുസ്ലിമീങ്ങളെ സമാധാനത്തോടുകൂടി കഴിയാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. രാക്കാലങ്ങളിൽ മദീനയുടെ മണ്ണിലേക്ക് അധിനിവേശം നടത്തുന്നു. മുസ്ലിമീങ്ങളുടെ ജീവന ഉപാധി മാർഗങ്ങളായ ആടുമാടുകളെ കട്ടുകൊണ്ടുപോകുന്നു. മുസ്ലിമീങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നു. ഇങ്ങനെ തികച്ചും ജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് 15 വർഷക്കാലത്തോളം അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബാക്കളും മർദ്ദനങ്ങളും പീഡനങ്ങളും യാതനകളും ഉപരോധങ്ങളും എല്ലാം ഏറ്റുവാങ്ങി അങ്ങനെ വല്ലാതെ നൊമ്പരപ്പെട്ട് കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് തിരിച്ച് പ്രതിരോധിക്കുവാനുള്ള അനുവാദം, അള്ളാഹുവിന്റെ തീരുമാനം പ്രവാചകൻ ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു തആല നൽകുന്നത്, പടച്ചവൻ തീരുമാനിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിന്റെ 39-40 ആയത്തുകളിലൂടെ മുസ്ലിം സമൂഹത്തിന് പ്രതിരോധിക്കുവാനുള്ള അനുവാദമാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുന്നത്. ഉദന ലില്ലദീന ളലമു ബിഅന്ന യുഖാതലൂന ബിഅന്നഹും ളലമുലിമു. ഈ ലോകത്തെ യുദ്ധത്തിന് ഇരയാകേണ്ടി വന്നവർക്ക്, അവർ മർദ്ദിക്കപ്പെട്ട കാരണങ്ങളാൽ, അവർ പീഡിപ്പിക്കപ്പെട്ട കാരണങ്ങളാൽ എല്ലാ കാലഘട്ടത്തിലും ഓശാനിച്ചു നിൽക്കാനല്ല ഖുർആൻ പറഞ്ഞത്. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങൾ ഞങ്ങളുടെ മുകളിൽ കുതിര കയറിയാൽ പോലും ഞങ്ങൾ മിണ്ടാതിരുന്നു, അതെല്ലാം സഹിച്ചു കൊള്ളാം. ഇന്നലെ ഗുജറാത്തിന്റെ മണ്ണിൽ അരങ്ങേറിയതുപോലെ ഞങ്ങൾ കാണാതെ കണ്ണടച്ചു കൊള്ളാം. രാജ്യത്ത് മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആളുകളുടെ കണ്ണിൽ പുടയിടാമെന്ന് പറഞ്ഞു നിൽക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളോട് പരസ്പരം പറഞ്ഞത്, കൈകോപ്പി വശാനിച്ച് നിൽക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആ മദീനയിലെ മുസ്ലിമീങ്ങളോട്, ആധുനിക മുസ്ലിമുകളോട് ഖുർആൻ ബദറിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തടയാൻ, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ, അവരെ തടയുവാനുള്ള അനുവാദമുണ്ട്, അവകാശമുണ്ട് എന്ന് എല്ലാ കാലഘട്ടത്തിലുമുള്ള മർദ്ദിത ജനവിഭാഗങ്ങളോട് അള്ളാഹുവിന്റെ അനുമതിയാണ്, പടച്ചവന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം ലഭിച്ചപ്പോൾ പോലും ഒരു യുദ്ധത്തിനല്ല പ്രവാചകൻ സന്നദ്ധനാകുന്നത്, യുദ്ധം ഒഴിവാക്കാനായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകനും സഹാബാക്കളും അബൂ സുഫിയാൻ എന്ന കച്ചവടക്കാരന്റെ കോർപ്പറേറ്റ് സംഘത്തിന്റെ ലാഭവിഹിതം തടയുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഇറങ്ങിത്തിരിക്കൽ നടക്കുന്നത്. പക്ഷെ അബൂ സുഫിയാനും കച്ചവട സംഘവും രക്ഷപ്പെടുന്നു. ആ സമയത്താണ് ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്ന അബൂ ജഹൽ വലിയൊരു സന്നാഹവുമായി പ്രവാചകനെയും സഹാബാക്കളെയും ആക്രമിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നതും. അങ്ങനെയാണ് നബിക്കും സഹാബത്തിനും ആ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം നിർബന്ധമായി തീരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ചരിത്രം അറിയാം. ആ ബദറിന്റെ പോരാട്ടത്തിൽ, ആ ബദറിന്റെ രണഭൂമിയിൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരാനന്തരം പ്രഭാത സമയത്തിന് ശേഷം 2 സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ, ഭൂരിപക്ഷമായ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദല്ല. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ന്യൂനപക്ഷമാണ്, ആയുധങ്ങൾ കുറവുള്ളവരാണ്, എല്ലാ ശേഷിയും നിങ്ങളുടെ പക്കൽ കുറവാണെങ്കിൽ പോലും വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ബദറിൽ അല്ലാഹുവിന്റെ സഹായത്തോടുകൂടി ന്യൂനപക്ഷമായ നിങ്ങളെ മാലാഖമാരെ ഇറക്കിക്കൊണ്ട് ഞാനിതാ സഹായിച്ചിരിക്കുന്നു എന്നുള്ള അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നതാണ് ബദറിന്റെ ചരിത്രം. കേട്ടിട്ടുള്ളവരാണ്, പറഞ്ഞിട്ടുള്ളവരാണ്, വായിച്ചിട്ടുള്ളവരാണ്. പിന്നീട് പ്രവാചകരും സഹാബാക്കളും വിജയിക്കുന്ന ചരിത്രമാണ് ബദറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
പ്രേമുള്ളവരെ, ഈ ബദറിൽ മുസ്ലിമീങ്ങളായ സഹാബാക്കൾ പങ്കെടുത്ത വേളയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരുന്ന ചില വിഭവങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. ബദറിന്റെ രണഭൂമിയിൽ സർവായുധ സജ്ജരായി ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വന്നപ്പോൾ മുഹമ്മദിനെയും മുസ്ലിമീങ്ങളെയും നേരത്തെ പറഞ്ഞതുപോലെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാമെന്നുള്ള വ്യാമോഹവുമായി കടന്നു വന്ന അബൂ സുഫിയാനും സംഘത്തെയും പരാജയപ്പെടുത്തിയത് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാതിരുന്ന അദൃശ്യമായ ചില കാര്യങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നതിന്റെ പേരിലായിരുന്നു. എന്തൊക്കെയായിരുന്നു? ബദറിലെ സഹാബാക്കളുടെ കൈവശമുണ്ടായിരുന്ന അദൃശ്യമായ കാര്യങ്ങൾ. അതിൽ ഒന്നാമത് ചരിത്രം പറയുന്നത് പ്രേമുള്ളവരെ അവരുടെ ഈമാനായിരുന്നു. ബദരീങ്ങളുടെ ഈമാനായിരുന്നു അവരുടെ വിജയത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അചഞ്ചലമായ ഈമാൻ. അള്ളാഹുവിനെയും പ്രവാചകരെയും കൊണ്ടുള്ള കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു മഹാന്മാരായ ബദരീങ്ങളെന്ന് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു സമൂഹത്തിന്റെ മുന്നിലാണോ, ഏതൊരു വ്യക്തിക്കാണോ കറകളഞ്ഞ അചഞ്ചലമായ ഈമാനുള്ളത്, ആ വ്യക്തിയെ ആരെല്ലാം ഒരുമിച്ച് വന്നാൽ പോലും, ആ സമൂഹത്തെ ആരെല്ലാം ചിത്രത്തിലാക്കാമെന്ന് കരുതി മുന്നോട്ട് വന്നാൽ പോലും അവരെ തകർക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ബദറിന്റെ ചരിത്രം എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശമാണ്. അല്ലാഹു തആല പറയുന്നു, വലാ തഹ്നു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. 14 പിന്നിട്ട് വീണ്ടും ഒരു ബദറിന്റെ ദിവസം വരുമ്പോൾ അന്നത്തെ ദിവസത്തിൽ ബദരീങ്ങളുടെ പേരിൽ ആണ്ട് നടത്തുന്ന, അന്നത്തെ ദിവസത്തിൽ ബദരീങ്ങളുടെ പേരിൽ മൗലൂദ് നടത്തുന്ന, അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ബദരീങ്ങളെ അനുസ്മരിക്കണം, ബദരീങ്ങളെ ഓർക്കണം, അവരുടെ പേരിൽ ഒത്തൊരുമിക്കണം, സംഗമിക്കണം. പ്രേമുള്ളവരെ, അതിനുമപ്പുറം ഏറ്റവും ഒടുവിലായി അവരുടെ പേരിൽ ഒരു അന്നദാനം സംഘടിപ്പിച്ച് മടങ്ങിപ്പോകുക എന്നതിനും അപ്പുറം ഞാനും നിങ്ങളും ബദറിന്റെ ദിനങ്ങളിൽ ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ സന്ദേശം എന്താണെന്നറിയുമോ? ആ മഹാന്മാരെ പോലെ അചഞ്ചലമായ ഈമാനിന്റെ ഉടമകളായി മാറുക എന്നുള്ളതാണ് ബദർ ഒന്നാമതായി എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകും. നിങ്ങളുടെ ഈമാൻ കറകളഞ്ഞതാണ് എങ്കിൽ. അല്ലാഹു തആല ഖുർആനിലൂടെ സൂചിപ്പിച്ചതുപോലെ വലിയഅലമന്നൽ മുനാഫിഖീന വലിയഅലമൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, കാപട്യക്കാരെ തിരിച്ചറിയാനുള്ള സന്ദർഭമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബദറിനെ സ്മരിക്കുന്ന ഈ വേളയിൽ ബദറിന്റെ ഒന്നാമത്തെ സന്ദേശമായി നാം മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ടത് അവരെ പോലെ കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളായി തീരുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദർ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, സ്നേഹമുള്ളവരെ, ബദരീങ്ങൾ അവർ യഖീനിന്റെ ഉടമകളായിരുന്നു. അവർക്ക് അവരുടെ വിഷയത്തിൽ പരിപൂർണമായ ഉറപ്പുണ്ടായിരുന്നു. അല്ലാഹുവും പ്രവാചകരും അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. അല്ലാഹു എന്ത് പറഞ്ഞു, പ്രവാചകൻ എന്ന് പറഞ്ഞു, അതിൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. ഒരൽപ്പം പോലും സംശയമോ ആശങ്കയോ അവർക്കുണ്ടായിരുന്നില്ല. ശത്രുവിനെ കീഴ്പ്പെടുത്തി തരുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമായിരുന്നു. അതപ്രകാരം തന്നെ നടക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ മനസ്സിലാക്കിയിരുന്നു അവർ പരാജയപ്പെട്ടു പോകുമെന്നുള്ള അല്ലാഹുവിന്റെ ഉറപ്പിൽ അവർ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ, പ്രേമുള്ളവരെ, അല്ലാഹു എന്നോട് നിങ്ങളോടും എത്രയോ വാഗ്ദാനങ്ങൾ ഖുർആനിലൂടെ പറയുന്നുണ്ട്, എത്രയോ കൽപ്പനകൾ അല്ലാഹു തആല പറയുന്നുണ്ട്. പക്ഷെ ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ, അത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ എത്രമാത്രം ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക. അല്ലാഹു തആല പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ എത്ര പേര് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നുണ്ട്? അല്ലാഹു തആല പറഞ്ഞു, നിന്റെ ഉപ്പയോട് നീ മിണ്ടണം, നിന്റെ ഉമ്മയോട് നീ മിണ്ടണം, നിന്റെ കൂടപ്പിറപ്പുകളോട് ഒരു കാരണത്തിന്റെ പേരിൽ ബന്ധം വിച്ഛേദിക്കരുത്, നിന്റെ അയൽവാസിയോട് ഒരു കാരണത്തിന്റെ പേരിൽ പിണങ്ങി കഴിയരുത്
എന്ന് പറയുമ്പോഴും ഏത് ബദരീങ്ങളാ പ്രിയമുള്ളവരെ ഉപ്പയോട് മിണ്ടാതിരുന്നത്? ഏത് ബദരീങ്ങളാണ് പിണക്കൊക്കെ? ഏതെങ്കിലും ബദരീങ്ങൾ പിണങ്ങിക്കഴിഞ്ഞിരുന്നോ? അയൽവാസികളുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്നോ? ആളുകളുടെ കുറവുകളും കുറ്റങ്ങളും ചികഞ്ഞന്വേഷിച്ച് നാൾ കവലകളെന്ന് പറഞ്ഞു നടന്നിരുന്നോ? ഞാൻ നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കത് ഭയമായിരുന്നു, പേടിയായിരുന്നു. അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പുണ്യവാസങ്ങളിലേക്ക് ബദരീങ്ങളാരും പോയിരുന്നില്ല. അതുകൊണ്ട് ബദർ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം അള്ളാഹുവിന്റെ കൽപ്പനകളിൽ എനിക്ക് ഞാൻ നിങ്ങളും ഉറപ്പുള്ളവരായി തീരണമെന്നാണ്. മൂന്നാമത്തേത് ബദർ നമ്മളോട് പറയുന്നത് മഹാന്മാരായ ബദരീങ്ങൾ, സഹാബാക്കൾ അവർ നിർഭയമുള്ള ആളുകളായിരുന്നു. അവർ നിർഭയമുള്ള ആളുകളായിരുന്നു. അവർക്ക് ലോകത്ത് പേടി അള്ളാഹുവിനെ മാത്രമായിരുന്നു. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആകാശത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ സഹാബാക്കൾക്ക് ബദരീങ്ങൾക്ക് ആരെയും തന്നെ പേടിയില്ലായിരുന്നു. എത്രത്തോളം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ബദറിന്റെ രണഭൂമിയിൽ ശത്രുക്കളുമായി പോരാടുന്നതിന് വേണ്ടി സഹാബാക്കൾ സഫ്വെന്ന സമയത്ത്, സഹാബാക്കൾ അണിനിരുന്ന സമയത്ത് അവർ ഉറങ്ങിപ്പോയി എന്ന്. പോരാട്ടത്തിന്റെ ഭീതിയെ തയ്യാറാകുന്ന സമയത്ത് സഫിൽ നിന്ന് സഹാബാക്കൾ ഉറങ്ങിപ്പോയി എന്ന് ആ സഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല തന്റെ ഖുർആനിലൂടെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അടുത്ത സമയത്ത് ഞങ്ങൾ ആ പോരാട്ടത്തിലേക്ക് പോവുകയാണ് എന്ന പേടി പോലും അതിന്റെ ലവലേശം പോലും സഹാബത്തിന്റെ മനസ്സിലായിരുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്നെയും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനെയും പേടിയാണ്. അല്ലാഹുവിനെ മാത്രം നമുക്ക് പേടിയില്ല. നമുക്കിന്ന് അള്ളാഹുവിനെ മാത്രം പേടിയില്ല, ലോകത്ത് മറ്റെല്ലാത്തിനെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നെല്ലാവരും നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പലതിന്റെയും പേര്, പല കാരണങ്ങളുടെയും പേരിൽ ഇന്ന് ആളുകൾ കൂട്ടമായി ഒറ്റയായി ഈ രാജ്യത്ത് പേടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി ഞാൻ നിങ്ങളും ഇന്ന് മാറിയെങ്കിൽ, ആളുകളുടെ കൈവശമുള്ള ഫാസിസത്തിന്റെ കൈവശമുള്ള പാവകളായി, അവർക്ക് തട്ടിക്കളിക്കാനുള്ള, അവർക്ക് പേടിപ്പിക്കാനുള്ള പാവകളായി ഞാൻ നിങ്ങളും മാറിയെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് നിങ്ങൾക്കുള്ള അള്ളാഹുവിനെ പേടിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇറാനിന്റെ മണ്ണിലേക്ക് ഓരോ സമയത്തും ആ സഖ്യകക്ഷികൾ അവരുടെ ആയുധങ്ങൾ വർഷിക്കുമ്പോഴും ആ രാജ്യത്തിനൊരു ആത്മീയ നേതാവ് ഉണ്ടായിരുന്നു, ഖാംനഈ എന്ന പേരുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയം വരെയും 40 വർഷക്കാലത്തോളം ഒരു രാജ്യത്തിന്റെ നേതാവായി അദ്ദേഹം നിലയുറപ്പിക്കുമ്പോൾ പോലും അവരെ ഭയപ്പെടാതെ, സാമ്രാജ്യത്തെ ഭയപ്പെടാതെ 40 വർഷമായി ആ ഒരു സാമ്രാജ്യത്തിന്റെ പേടിയായി അദ്ദേഹം നിലനിൽക്കുമ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചത് ഷഹാദത്തിനെയായിരുന്നു. അള്ളാഹുവിന്റെ ഷഹാദത്തിനെ ആഗ്രഹിച്ചു. ആ ഷഹാദത്തിനെ അദ്ദേഹം കുറിച്ചു. ഒടുവിൽ അദ്ദേഹം ഷഹീദായി മരണപ്പെടുകയാണ് ചെയ്തത്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അവരെ ഭയപ്പെടുത്താൻ, അവരെ കീഴ്പ്പെടുത്താൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും സാധിക്കുന്നില്ല എന്ന് ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഉദാഹരണങ്ങളിലൂടെ എന്റെയും നിങ്ങളുടെയും കണ്ണുകളിലൂടെ അല്ലാഹു തആല കാണിച്ചു തരുമ്പോൾ, ബദർ നമ്മളോട് മൂന്നാമത് പറയുന്നത് അവരെ പോലെ, ബദരീങ്ങളെ പോലെ, ആ ജീവിതം കണ്ട് പഠിച്ചവരെ പോലെ നിർഭയത്വമുള്ള, ആരെയും ഭയപ്പെടാത്ത, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നാണ്. നാലാമതായിട്ട് ബദർ നമ്മളോട് പറയുന്നത്, പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ പരിശുദ്ധമായ ദുആനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധം അവന്റെ പ്രാർത്ഥനയാണ്. കത്തിയല്ല, വടിവാളല്ല, പീരങ്കിയല്ല, അല്ലെങ്കിൽ യുദ്ധമുനകളിൽ ഉപയോഗിക്കുന്ന മറ്റ് സംവിധാനങ്ങളല്ല. അതിനേക്കാളെല്ലാം വലിയ മൂർച്ചയുള്ള ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ബദറിന്റെ രണഭൂമിയിൽ ആ ബദർ നടക്കുന്നതിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് പിറ്റേന്ന് ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ വിജയമെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.
നബി ഞങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബതി മിൻ അഹ്ലിൽ ഇസ്ലാം, അല്ലാഹുവേ മുസ്ലിമീങ്ങളായ ഈ ചെറു സംഘമെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ, ഈ സംഘമെങ്ങാനും നശിപ്പിക്കപ്പെട്ടു പോയാൽ, ഫലാ തുഅബദ ഫിൽ അർളി അബദാ, പിന്നെ ലോകാവസാനം വരെ നിന്നെ അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ നടപ്പിലാക്കണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബദറിന്റെ രണഭൂമിയിൽ പ്രേമുള്ളവരെ വിജയം വരിച്ചവர்கள் പരിശുദ്ധമായ റമദാനായിട്ട് പോലും ആകാശത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തിരിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ട് പോലും എത്ര ആളുകളാണ് അവനവന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് അല്ലാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് കരയാൻ തയ്യാറാകുന്നത്, സ്വയമായി സ്വന്തമായി ഒന്ന് ദുആ ചെയ്യാൻ തയ്യാറാകുന്നത്. ആലോചിച്ചു നോക്കി, റമദാൻ 16 17ാമത്തെ രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ 16 ദിവസത്തിനിടയിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്താൻ എനിക്ക് നിങ്ങൾക്കും എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബദരീങ്ങളെ കുറിച്ച് പറയുന്നത്, പ്രവാചകരെ കുറിച്ച് പറയുന്നത്. അവർ വിജയിച്ചവരുടെ പ്രാർത്ഥനയിലൂടെയാണ് എങ്കിൽ പ്രേമുള്ളവരെ ബദർ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ മുറുകെ പിടിക്കേണ്ടത് പ്രാർത്ഥനയാണ് എന്നുള്ള സന്ദേശമാണ് 4ാമതായി നമുക്ക് നൽകുന്നത്. ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം അല്ലാഹു തആല പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. ബദറില് മുഹാജിറുകളായ സഹാബാക്കൾ ഉണ്ടായിരുന്നു, അൻസാറുകളായ സഹാബാക്കൾ ഉണ്ടായിരുന്നു, കറുത്തവരായ സഹാബാക്കൾ ഉണ്ടായിരുന്നു, വെളുത്തവരായ സഹാബാക്കൾ ഉണ്ടായിരുന്നു, വിദേശികളും സ്വദേശികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇസ്ലാമിന് വേണ്ടി ഒരുമിക്കാൻ തയ്യാറായി. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ. ഇസ്ലാമിന് വേണ്ടി അവർ ഒന്നിച്ചു, അല്ലാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി ഒന്നിച്ചു. അല്ലാഹു തആല പറഞ്ഞു, വലാ തനാസഉ ഫതഫ്ശലു ഫതദ്ഹബ റീഹുകും. ബദർ നമ്മളോട് പറയുന്നത്, നിങ്ങൾ എങ്ങാനും ചിന്തിച്ചു പോയാൽ, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, പക്ഷെ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ഒരുമിക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം ഇന്ന് ആർക്കും ആരെയും കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയാണ്. ഇവനെ കാണാൻ പറ്റില്ല, ഇവൻ അവനെ കാണാൻ പറ്റുന്നില്ല, അവൻ എന്റെ പാർട്ടിയല്ല, അവൻ മറ്റേവന്റെ പാർട്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകരുത്, അവിടെ പങ്കെടുക്കരുത്, അവനെ കണ്ടാൽ സലാം പറയരുത്, അവന്റെ കുടുംബവുമായി ബന്ധമുണ്ടാക്കരുത് എന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ പറയുമ്പോഴാണ് എന്നോട് നിങ്ങളോട് ബദർ പറയുന്നത്, വലാ തനാസഉ, നിങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കണേ, അല്ലാത്ത പക്ഷം ഫതഫ്ശലു വതദ്ഹബ റീഹുകും, നിങ്ങൾ പരാജയപ്പെട്ടു പോകും, നിങ്ങൾ നശിച്ചു പോകും. പ്രേമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ യഹൂദികളും ക്രിസ്ത്യാനികളുമാണ്. പക്ഷെ അവരാണെങ്കിൽ പരസ്പരം ബദ്ധവൈരികളാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരാണ്. പക്ഷേ അവരെല്ലാ കാലഘട്ടത്തിലും ഒരുമിക്കുന്ന ഒരു സന്ദർഭമുണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ. അതാണ് ഇന്ന് അധിനിവേശമായി യുദ്ധമായി ഇറാനിന്റെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ശക്തികൾ അവർ ഒരു ഭാഗത്ത് ജൂഡായിസമാണ്, മറുഭാഗത്ത് ക്രിസ്ത്യാനിസമാണ്. പക്ഷേ അവർ ഒരുമിച്ചിരിക്കുന്ന ഇസ്ലാമിനെതിരിലാണ്, മുസ്ലിമീങ്ങൾക്കെതിരിലാണ്. ആ ഒരു ഗ്യാപ്പിലേക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കുന്ന ഇറാനെതിരെ തിരിച്ചു വരുന്നു. ഷിയാ സുന്നി വ്യത്യാസം പരത്തിക്കൊണ്ട് ആ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പ്രേമുള്ളവരെ, ഇന്ത്യയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തിലാണെങ്കിലും ബദർ എന്നോട് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അല്ലാഹു എന്നാണ്, നിങ്ങളുടെ ഖുർആൻ എന്നാണ്, നിങ്ങളുടെ വിശ്വാസം എന്നാണ്, നിങ്ങളുടെ പ്രവാചകൻ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പാർട്ടിക്കാരനാകട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, ഇതിലൊന്നും പ്രവർത്തിക്കാത്തവരാകട്ടെ, ആര് തന്നെയാണെങ്കിലും അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഐക്യപ്പെട്ട് നിൽക്കണം, നിങ്ങൾ അണിചേർന്ന് നിൽക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അത് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും അത് തന്നെയായിരിക്കുമെന്ന് പരിശുദ്ധമായ ബദർ നമ്മളോട് പറയുമ്പോൾ പ്രേമുള്ളവരെ, അതുകൊണ്ട് ബദരീങ്ങൾ ജീവിച്ചത് അവരുടെ ആദർശത്തിന് വേണ്ടിയായിരുന്നു. ബദരീങ്ങൾ ജീവിച്ചത് അവരുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ബദരീങ്ങൾ അവരുടെ ജീവൻ കൊടുത്തത് ഖിയാമത്ത് നാൾ വരാനിരിക്കുന്ന ഞാനും നിങ്ങളുമായ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ബദർ എന്നുള്ളത് വെറുതെ പറഞ്ഞു പോകാനുള്ള ചരിത്രമല്ല, വെറുതെ വായിച്ചു പോകാനുള്ള ചരിത്രമല്ല, അല്ലെങ്കിൽ കേട്ടു പോകാനുള്ള ചരിത്രമല്ല. അതിനുമപ്പുറം ഇന്നിന്റെ ഈ കലുഷിതമായ രാജ്യ
കാരുണ്യത്തിന്റെ സാഹചര്യത്തിൽ പോലും നമുക്ക് ആവേശമാണ് ബദർ, നമുക്ക് പ്രതീക്ഷയാണ് ബദർ, നമുക്ക് ആശ്വാസമാണ് ബദർ, നമുക്ക് പ്രതീക്ഷയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബദരീങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക, അവരുടെ ആശയങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളും മനസ്സിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നിലയിൽ അവരെ പോലെ ജീവിക്കാൻ സാധ്യമാകുവാൻ ഞാനും നിങ്ങളും തയ്യാറാക്കുക. അതാണ് ബദരീങ്ങളോടുള്ള സ്നേഹം, അതാണ് അവരോടുള്ള ഐക്യദാർഢ്യം, അതാണ് അവരോടുള്ള മമത എന്ന് പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആ നിലയിൽ മഹാന്മാരെ സ്നേഹിക്കുവാനും അവരെ അനുധാവനം ചെയ്തുകൊണ്ട് നാളെ അവരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ പരിശുദ്ധമായ റമദാനിനെയും ആസന്നമായ ബദറിനെയും അതിന്റെ രാവിലെയും അതിന്റെ പകലിനെയും ആ നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാന്മാരുടെ പേരിൽ എന്തെല്ലാം നാം നടത്തുന്നുണ്ടോ, സംഘടിപ്പിക്കുന്നുണ്ടോ, അതിനെല്ലാം സാലിഹായ കർമ്മമായി അല്ലാഹു തആല സ്വീകരിച്ചുകൊണ്ട് അതിനുമപ്പുറം ആത്മാർത്ഥമായി ആ ജീവിതത്തെ അതേപോലെ പകർത്തി അവരെ പോലെ ജീവിച്ചാൽ അല്ലാഹുവിന്റെ അരികിൽ ഒരുമിക്കുവാൻ അല്ലാഹു പരിശുദ്ധമായ റമദാനിലൂടെ ഈ പുണ്യരാപ്പകലുകളിലൂടെ നമുക്കതിന് തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.